അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്തോ അച്ചാറുമായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. ഓക്കെ ബാ, നല്ല ഉണക്ക സ്രാവ് മീൻ അച്ചാറിട്ട് അത് കൂട്ടി കഞ്ഞിയോ ഉണക്ക ചൂട് ചോറോ കഴിക്കാൻ എന്നാ ടേസ്റ്റ് അറിയോ. എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരുത്തോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഉണക്ക സ്രാവിൻ്റെ അച്ചാറാണ്. ബാ, അപ്പോൾ അതെ നമുക്ക് ഈ ഉണക്ക സ്രാവ് ഇതുണ്ടോ, ഇവിടെ ഞങ്ങളൊരു 3-4 കിലോ മേടിച്ച് കുറച്ച് ഞങ്ങൾ ഞുറുക്കി ബാക്കി ഞുറുക്കാനായിട്ടുള്ളത് സാധനം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള പണി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തോലുകളെല്ലാം കളഞ്ഞ് എടുക്കാം. നമ്മളിതിൻ്റെ എല്ലാത്തിനും തോലൊക്കെ കളഞ്ഞിട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് മുറിക്കാം. ഒരുപാട് വലിയ പീസ് പാടില്ല, അച്ചാറിനല്ലേ. അപ്പോൾ ചെറിയ ചെറിയ പീസേ പാടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ചെറുതാക്കി മുറിക്കാം. എന്നിട്ട് ഈ കട്ടി കൂടിയ പീസൊക്കെ സെൻറ്ററിൽ ഒന്നും കൂടി മുറിച്ച് കൊടുക്കുക. എന്നിട്ടിത് ചെറുതാക്കി മുറിക്കാം. അപ്പോൾ അതെ നമ്മുടെ ഈ അച്ചാറിടാനായിട്ടുള്ള ഞാനത് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി നമ്മുടെ പിന്നാമ അവിടെ റെഡിയാക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഇഞ്ചി അവളെ ചെറുതാക്കി അരിയണം. അത് റെഡിയാക്കിയോ. നമ്മുടെ ഉണക്കമീനല്ല, ഉണക്ക സ്രാവ് മീനെല്ലാം ചെറുതാക്കി നല്ല നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമുക്ക് കൊണ്ടിട്ട് കഴുകി വാരി എടുക്കാം. ഇത് നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നൊന്നുമില്ല, നമ്മളിത് കഴുകി വാരി വെക്കുകയാണ്. കാരണം അതിൻ്റെ ഉപ്പിൻ്റെ രഹസ്യം പിന്നെ പറഞ്ഞുതരാം അത് അച്ചാറാക്കുമ്പോൾ. ഓക്കെ ബാ. അപ്പോൾ നമുക്ക് ഈ ചെറുതാക്കി ഞുക്കിയതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 2 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. ഇതെല്ലാം നമ്മളിങ്ങനെ കഴുകുമ്പോൾ തന്നെ കണ്ടോ ഉപ്പ് തെളിഞ്ഞ് വരുന്നുണ്ടോ. നമുക്കിതുപോലെ ഒരു 2 പ്രാവശ്യം വെള്ളം കളഞ്ഞ് 2 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇതോടോ ഒരു 2 പ്രാവശ്യം കഴുകി വാരി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക സ്രാവിനകത്ത് വെള്ളമെല്ലാം മറന്നു പോയി. ഇനി അതിനകത്തേക്ക് നമുക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരല്പം കുരുമുളക് പൊടി അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമീൻ വറുക്കാൻ നേരത്തോ ഒരു കാരണവശാലും നിങ്ങൾ ഉപ്പിടരുത്. കാരണം വെച്ചാൽ ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് ഇതിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ചാറെല്ലാം ആയിക്കഴിഞ്ഞ് പാക്ക് ചെയ്തതിന് മുമ്പ് മാത്രമേ നമുക്ക് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പിടരുത്. കാരണം ഇതിനകത്ത് നല്ല ഉപ്പുണ്ട്, ആ ഉപ്പ് ഇറങ്ങി വരും. അപ്പോൾ ഉപ്പില്ലാതെ കൊണ്ട് നമുക്കിത് തിരുമ്മി കൂട്ടാം. അപ്പോൾ ഇതേ നല്ല മഞ്ഞളും കുരുമുളകും കൂടി മാത്രം കൂട്ടി തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവനെ വറുത്തെടുക്കാം. നമ്മുടെ സ്റ്റൗ കത്തിക്കാം. ഉരുളി തീയിലേക്ക് വെക്കാം.
നമ്മുടെ ഉരുളയൊക്കെ ചൂടായി. നമുക്കിത് മീൻ വറുക്കാനായിട്ടുള്ള ഓയിലാണ് നമ്മൾ വറുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വാരി നമ്മൾ മഞ്ഞളും മുളകൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒറ്റ തവണ ഇടാൻ പറ്റില്ല, ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ടിട്ട് വറുത്തെടുക്കാം. അത്യാവശ്യം നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം ഇത് കോരിയെടുക്കാൻ കേട്ടോ. ജലാംശമൊക്കെ ഒന്ന് പോയി ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. എന്നിട്ട് നമുക്കിത് കോരാവുള്ളേ. ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്രാവ് മീൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ കോരി കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മുഴുവൻ മീനും ഇതുപോലെ എണ്ണയിൽ നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ ചട്ടി ഒന്ന് മാറ്റണം. ഈ ഉരുളി മാറ്റിയിട്ട് വേറൊരു ഉരുളി തീയ വെക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് വേറൊരു ഉരുളി തീയിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള എണ്ണ നമുക്ക് അതിനകത്തേക്ക് ഊറ്റി ഒഴിക്കാം. ഇതുണ്ടോ ഈ ചട്ടിയുടെ അടിയിൽ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് എന്തോ പെറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കും. അത് നമ്മുടെ ഉണക്കമീനിൻ്റെ ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്നറിയോ, ഭയങ്കര ഉപ്പായിരിക്കും. ഇതുകൊണ്ടേക്ക് ആ ഉപ്പിൻ്റെ ആ മട്ട് കണ്ട ആ ഉപ്പ് നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടി മാറ്റി വെക്കണം എന്ന് പറയുന്ന കാര്യം കേട്ടോ. മീനെല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ അച്ചടുമല്ലേ, നല്ല സാധനം ആക്കി റെഡിയാക്കി കേട്ടോട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഒരുപാട് ഉലുവയാകരുത്. ഉലുവ കൂടിപ്പോയാൽ കഴിക്കൂലമേ. അപ്പം അതുകൊണ്ട് ഒരു കുറച്ച് ഉലുവ, അതെല്ലാം കൂടെ ഇത് പൊട്ടട്ടെ. നമ്മുടെ കടുകും ഉലുവയൊക്കെ ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് അതിട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് പൊങ്ങി വരാൻ താമസം വരും. അതുകൊണ്ട് ആദ്യം പച്ചമുളക് ഇടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിച്ച ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമുക്ക് വെക്കാം. നല്ലപോലെ മൂത്ത് കിട്ടണം. ഇതെല്ലാം നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോൾ
നമ്മുടെ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് സാധാരണ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടും. പക്ഷേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, പക്ഷേ ഉപ്പ് ഒരു കാരണവശാലും ഉണക്കമീൻ നിങ്ങൾ ഇട്ടേക്കരുത്, ഇട്ടാൽ പണി പാടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടാതെ കൊണ്ട് മഞ്ഞൾ മാത്രം ഇട്ട് നമുക്കൊന്നുകൂടി ഇളക്കി റെഡിയാക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ തീ സ്റ്റൗ വളരെ കുറച്ച് വെക്കുക. കാരണം നമ്മുടെ എണ്ണയ്ക്കൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ച് മൊത്തം ഇളക്കി കിട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, ഈ സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് വിനാഗിരി ചേർക്കാം. നമ്മുടെ പൊടികളൊക്കെ ഒരു മൂത്ത് വരുമ്പോൾ നല്ലൊരു മൂത്ത മണം വരും. അല്ല വെച്ചേ മണം പറയാൻ തുടങ്ങിയോ? ഇല്ല, ആയില്ല. കാരണം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ചേ ആകാൻ പാടുള്ളൂ. കാരണം എണ്ണയ്ക്ക് നമുക്ക് നല്ല ചൂടുണ്ട്. ഉരുളിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഉരുളിക്ക് നല്ല ചൂടുണ്ട്. ആ ചൂട് തന്നെ നമ്മുടെ മസാല മൂത്തോളും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാല എല്ലാം ഒരു മൂത്ത മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വിനീഗർ നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. വിനീഗറൊക്കെ വെച്ചിട്ട് നമ്മുടെ എണ്ണയൊന്ന് തെളിയുന്നോടം വരെ നമുക്ക് ഇതേ ചൂടിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതേ നമ്മുടെ മസാല എല്ലാം തിളച്ച് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുളി അല്ലാതെ കൊണ്ട് ഉപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയാല എന്നും പറഞ്ഞിട്ട് ഉപ്പ് ആരും കൊണ്ടേ ഇട്ടേക്കരുത്. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിനകത്ത് നല്ല ഉപ്പാണ്. ആ ഉപ്പ് ഇറങ്ങി വരണം, ആ ഉപ്പ് ഇറങ്ങി വരും. അപ്പം അതുകൊണ്ടാണ് ഉപ്പ് ഒട്ടും ഇടാത്തത്. ആകാനായിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ചിലവർ പറയും പഞ്ചസാര ഇടരുതെന്ന്. പക്ഷേ ഞങ്ങൾ അമ്മച്ചിയുടെ സീക്രട്ടാണ്, എല്ലാം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടും. അപ്പോൾ ആ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമ്മളിതെല്ലാം തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടാം. ഈ മീനിനകത്ത് നല്ല ഉപ്പാണ്, ഉണക്കമീൻ. അപ്പോൾ ആ ഉപ്പെല്ലാം നാളെ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നാളെ രാവിലത്തേക്ക് ഉപ്പൊക്കെ എല്ലാം സെറ്റായിക്കോളും. ആ സമയത്ത് നോക്കുക, അതിനകത്ത് ഉപ്പ് കുറവെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. നാളെ നിങ്ങൾ ഉപ്പിടുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പൊടിയുപ്പല്ല വാരിയിടേണ്ടത്. ഉപ്പ് ഒരല്പം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നല്ലപോലെ ഉപ്പിട്ടിട്ട് നല്ല തിളപ്പിച്ചിട്ട് നല്ലപോലെ ആറി കഴിയുമ്പോൾ ആ ഉപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം ഇത് ശകലം ലൂസുമായി കിട്ടും, നമുക്ക് പാകത്തിനുള്ള ഉപ്പും റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ട് ഇളക്കി എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഒരു അല്പം കായപ്പൊടി അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഉണക്കമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഉപ്പുണ്ടാകിയല്ല. പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് മീനിനകത്തേക്ക് പുളിയെല്ലാം പിടിച്ച് ഉപ്പെല്ലാം തന്നെ ഇറങ്ങി വരും. അല്ലേ മേ? അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം.
ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തണുപ്പിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല ഹോം മെയ്ഡ് അന്നമ്മ ചേർത്തി സ്പെഷ്യൽ ഉണക്കമീൻ അച്ചാർ, നല്ല സ്രാവ് മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മച്ചി എന്താ പറയാനുള്ളത്? ആർക്കെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും നല്ല ഉണക്കമീൻ അച്ചാർ വേണമെങ്കിൽ വിളിച്ചാൽ മതി അല്ലേ? നമ്മള് നിങ്ങൾക്ക് ബൈ കൂറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് ഈ ഉണക്കമീൻ അച്ചാർ മാത്രമല്ല, നിങ്ങൾക്കറിയാലോ നമ്മുടെ അടുത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ അച്ചാറുകളും ഉണ്ട്. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, പാവയ്ക്ക, പിന്നെ ഇഞ്ചി മാങ്ങ, മുളങ്കൂമ്പ്, പിന്നെ ബീഫ്, ഉണക്കസ്രാവ്, പച്ചമീൻ, നത്തോലി, മത്തി എന്ന് വേണ്ടത് എല്ലാ അച്ചാറുകളും. പക്ഷെ നമ്മുടെ സീസണബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാ സമയത്തും അവരോട് ആയിരിക്കില്ല. ചില സമയത്ത് മത്തി ഉണ്ടാവില്ല, ചില സമയത്ത് സ്രാവ് ഉണ്ടാവില്ല, പച്ചമീൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സ്റ്റോക്ക് നമ്മളങ്ങനെ ഓവർ ചെയ്ത് വെക്കില്ല. നമ്മൾ ഫ്രഷ് സാധനം മാത്രം ഇട്ട് നമ്മുടെ അമ്മച്ചിയുടെ സ്റ്റൈലിൽ ഹോം മെയ്ഡ് സാധനം നമ്മൾ കൊടുക്കുന്നതാണ്. യാതൊരു പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. പക്ഷേ ഗ്യാരണ്ടി നമ്മൾ 6 മാസത്തേക്ക് നമ്മൾ ഗ്യാരണ്ടി തരും. ഒരു കുഴപ്പവും വരില്ല ഈ സാധനത്തിന്, അല്ലേ അമ്മച്ചി? അപ്പം നമ്മുടെ ഇതുപോലുള്ള വ്യത്യസ്തമായ അച്ചാറുകളുമായും വ്യത്യസ്തമായ വീഡിയോകളുമായും ഞങ്ങൾ ഇനിയും വരും. അതുവരത്തേക്ക് ബൈ.